എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ ആ മമ്മിയായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിച്ചിരിക്കുകയാണ്. ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. കാരണം ആ മമ്മി ഒരു ഇമ്മോർട്ടലാണ്. അതിനെയാണ് നമ്മുടെ ചെക്കൻ ഈസി ആയിട്ട് തോൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷയോട് കൂടെ ഗോകുവിനെ തന്നെ നോക്കും. ഇവിടെ എൽഡർ ലേഡി അവർക്ക് മാത്രം ഇതൊന്നും ഇഷ്ടാവില്ല. കാരണം ഇവരുടെ അസിസ്റ്റൻസ് അതൊന്നൊന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരുടെ ഹോപ്പും പ്രതീക്ഷയും അത് കൂടി കൂടി വരും. അപ്പോഴായിരിക്കും അവർക്കൊരു വെല്ലുവിളി കൊടുത്തുകൊണ്ട് എൽഡർ ലേഡി ആണെങ്കിൽ അവസാനത്തെ മത്സരാർത്ഥിയെ അടുത്ത നിമിഷം വിളിക്കുക. അത് കേട്ട് നമ്മുടെ മാസ്റ്റർ റോഷി ആളിഞ്ഞെട്ടും. ഓനോ അവൻ നിസ്സാരക്കാരനല്ല, അവന്റെ പവർ അത് അൺബീറ്റബിൾ ആണ്. ഗോകുവിനെ കൊണ്ട് അവനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഗോകു ആണെങ്കിൽ യാതൊരു കൂസലുമില്ലാതെ അങ്ങനെ നിൽക്കും. അപ്പൊ തലയിൽ കൊമ്പുള്ള ഒരുത്തൻ ഗോകു ആണെങ്കിൽ അവനെ കണ്ടും ക്യാഷ്ഡായിട്ട് നിൽക്കും. ആ കൊമ്പനാണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കും. അടുത്ത നിമിഷം ഗോകു അവൻ കറങ്ങി വന്ന് അവനെ കിക്ക് ചെയ്ത് താഴെ ഇടുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. പക്ഷെ ക്യാപ്റ്റൻ റോഷി ആള് പറയും സന്തോഷിക്കാനായിട്ടില്ല, അവന്റെ യഥാർത്ഥ പവർ ഇതല്ല. എൽഡർ ലേഡിക്കാണെങ്കിൽ അവരുടെ ദേഷ്യം കൂടി കൂടി വരും. ഓ നോ, നിന്നോട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ. മര്യാദയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കുക. അത് കേട്ട് അവനാണെങ്കിൽ അവന്റെ മൈൻഡ് പവർ ഉപയോഗിക്കും. ക്യാപ്റ്റൻ റോഷി ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. ആൾ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഗോകു എത്രയും വേഗം അവിടുന്ന് ഓടി രക്ഷപ്പെട്, അവന്റെ മൈൻഡ് പവർ അതുപയോഗിച്ച് അവൻ നിന്നെ ഡിസ്ട്രോയ് ചെയ്യും. പക്ഷെ ഗോകുവിനാണെങ്കിൽ അപ്പോഴും യാതൊരു കൂസലുമില്ല. അവൻ അവിടെ തന്നെ ടെററായിട്ട് നിൽക്കും. ആ കൊമ്പനാണെങ്കിൽ അവനെ നോക്കി ചിരിച്ച് ആ മൈൻഡ് പവർ യൂസ് ചെയ്യുകയാണ്. ഇവിടെ മൊട്ടപ്പൻ അവനാണെങ്കിൽ മാസ്റ്റർ റോഷിയോട് പറയും സത്യത്തിൽ ഇവന്റെ പവർ എന്താണ്, ആ മൈൻഡ് പവർ അതെന്താണ്. അതിന് മാസ്റ്റർ പറയും വർഷങ്ങൾക്ക് മുൻപ് വളരെ പവർഫുൾ ആയ ആർക്കും ഡിഫീറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയാത്ത ഒരാള് ഈ ലോകത്ത് ജീവിച്ചിരുന്നു. അവനെ തകർക്കാനുള്ള വെല്ലുവിളി സ്വീകരിച്ച് അവന്റെ അടുത്തേക്ക് പോയത് ഈ കൊമ്പനാണ്. അവന്റെ മൈൻഡ് പവർ അതുപയോഗിച്ച് ആ ഒരു പവർഫുൾ മാനെ കീഴ്പ്പെടുത്തി അവന്റെ ഉള്ളിലേക്ക് നെഗറ്റിവിറ്റി പവർ അത് കടത്തിവിട്ട് അവനെ മുഴുവനായിട്ടും ഡിസ്ട്രോയ് ചെയ്തു. ആ ഒരു പവറാണ് ഇപ്പോൾ അവൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഗോകുവിനെ കൊണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയില്ല. എങ്ങനെയെങ്കിലും ഗോകുവിനെ പിന്തിരിപ്പിച്ച് തിരികെ കൊണ്ടുവരണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗോകുവിനെ നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. നമ്മുടെ ആൾക്കാർ എല്ലാവരും മാസ്റ്റർ റോഷി പറയുന്ന കാര്യം കേട്ട് ഞെട്ടാണ്. ബൊൽമയാണെങ്കിൽ ടെൻഷൻ ആവും. ഓ നോ, എങ്ങനെയെങ്കിലും ഗോകുയെ അപകടത്തിൽ നിന്ന് തിരികെ വിളിക്കണം. അതിന് മാസ്റ്റർ പറയും നമ്മുടെ ടൈം അത് ഒരുപാട് വൈകിപ്പോയി, ഓൾറെഡി എല്ലാം നമ്മുടെ കൈവിട്ടു പോയെന്ന് പറയും. അടുത്ത നിമിഷം അവൻ ആ പവർ ഗോകുവിനെ നേരെ ഉപയോഗിക്കും. ആ പവർ ആണെങ്കിൽ ഗോകുവിന്റെ ബോഡിയിൽ ഹിറ്റ് ചെയ്ത് അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. അവനാണെങ്കിൽ വേദനയിൽ ഉച്ചത്തിൽ നിലവിളിക്കും. ഇവിടെ ആ കൊമ്പം വില്ലനാണെങ്കിൽ ഭയങ്കര ആവേശം. അവൻ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ ഗോകു പൊട്ടിത്തെറിക്കാനായിട്ട് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ആ പവർ താങ്ങാൻ കഴിയാതെ അവരങ്ങനെ കണ്ണ് പൂട്ടി നിൽക്കുകയാണ്. അവനാണെങ്കിൽ ഡാർക്ക്നെസ് എക്സ്പ്ലോഡ് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ അവൻ ഉദ്ദേശിച്ച പോലെ ഗോകുവിനെ തകർക്കാൻ കഴിയില്ല. ഗോകു ആണെങ്കിൽ അത് കണ്ട് പൊട്ടിച്ചിരിച്ച് വില്ലനോട് പറയും എനിക്ക് ഈ പിങ്ക് കളർ ഒരുപാട് ഇഷ്ടമായി, നിന്നെ കൊണ്ട് ഒരിക്കൽ കൂടെ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ. അവനാണെങ്കിൽ വണ്ടടിച്ച് ഗോകുവിനെ തന്നെ നോക്കും. ഗോകു ആണെങ്കിൽ ചാടി വന്ന് വാമം പൊക്ക് ചെയ്ത് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അത് കണ്ട ആ വില്ലനാണെങ്കിൽ ഇത്തവണ നീ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവന്റെ മൈൻഡ് പവർ ഉപയോഗിക്കുകയാണ്. ഗ്രീനും പർപ്പിളും കളറിൽ ഒരുപാട് പവർ റിലീസ് ചെയ്ത് ഗോകുവിനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ ഒരു പവറും ചീറ്റി പോവാണ്. ഗോകു ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഇവിടെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് പേടി തോന്നുമെങ്കിലും ഗോകു ആണെങ്കിൽ ഹായ് ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ അവരുടെ കോൺഫിഡൻസും സന്തോഷവും എല്ലാം കൂടുകയാണ്. ആ ഓപ്പണനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പവർ, ഇതുപയോഗിച്ച് ഒരുപാട് പേരെ ഞാൻ തകർത്താണ്. പക്ഷെ നിന്നെപ്പോലൊരു നുണങ്ങുപോയി എൻ്റെ മുൻപിൽ എൻ്റെ പവർ തോറ്റുപോയി. ഇവിടെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര ആശ്വാസം. തീർച്ചയായിട്ടും ഗോകു അവനത് ജയിക്കുമെന്ന് പറയും. അപ്പോഴായിരിക്കും ആ ഓപ്പണന്റ് അവൻ വലിയൊരു ആയുധം കയ്യിലെടുത്ത് ഇപ്പൊ ഗോകു അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുക. ആദ്യം ഗോകു കാണുമ്പോൾ ഒന്ന് ഞെട്ടും. പക്ഷേ കോൺഫിഡൻസ് വിട്ടുകളയാതെ അവൻ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ കൊമ്പനാണെങ്കിൽ ആ വെപ്പൻ ഉപയോഗിച്ച് ഗോകുയെ ഞെട്ടിക്കും. അവൻ തെറിച്ചു പോയി ചുമരിൽ തട്ടി വീണ്ടും ആ ഒരു ടങ്കിലേക്ക് തന്നെ വന്ന് ലാൻഡ് ചെയ്യുകയാണ്. ഗോകു ആണെങ്കിൽ വിളിച്ചു പറയും ഇത് സത്യത്തിൽ ഒരു ഫൗളാണ്, കാരണം വെപ്പൻസ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഓൾറെഡി പറഞ്ഞതാണ്. ഗോകു അത്രയൊക്കെ പറഞ്ഞിട്ടും അവന്റെ വാക്കുകൾ മാത്രം ആരും ശ്രദ്ധിക്കില്ല. അപ്പൊ ദൂരത്തായിട്ട് ആ ഒരു മൊയൽ തലയും വില്ലൻ അവനാണെങ്കിൽ ടെററായിട്ട് ഗോകുയെ തന്നെ നോക്കും. ഇവിടെ ഗോകു ആണെങ്കിൽ അവന്റെ അടുത്ത മൂവ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൻ വിളിച്ചു പറയും ഇത് എൻഡ് ചെയ്യാനുള്ള സമയമാണ്, ഗുഡ് ബൈ ഗോകു എന്ന് പറഞ്ഞ് അവൻ ഫ്ലൈ ചെയ്ത് വന്ന് ആരോ ഉപയോഗിച്ച് ഒരൊറ്റ കുത്ത്. ഗോകു ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അതിൽ നിന്ന് തെന്നി മാറും. പക്ഷെ എന്താ അവന്റെ കാല് വഴുതി അവൻ താഴേക്ക് വീഴുകയാണ്. അവൻ ആ നാവിലങ്ങനെ തൂങ്ങി കിടക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും പേടിയോടുകൂടെ ഗോകുവിനെ തന്നെ നോക്കും. അവരുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരികയാണ്. ഇവിടെ ആ കൊമ്പൻ ആ വെപ്പൻ അവന്റെ നേർക്ക് നീട്ടും. ഇത് എന്റെ അവസാന നിമിഷമാണ്, തോൽക്കാനും മരിക്കാനും നീ തയ്യാറായിക്കുമെന്ന് പറയും. ഗോകുവിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല.
അവൻ ആ വെപ്പൻ ഉയർത്തി ഇപ്പൊ ഗോകുവിന്റെ കയ്യിൽ ആഞ്ഞു കുത്തും. അവന്റെ കൈ വിട്ടുപോയി ഗോകു താഴേക്ക് പോവാണ്. എല്ലാവരും ഉച്ചത്തിൽ നിലവിളിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ഗോകുവിന്റെ വാല് അത് ഓപ്പോസിറ്റ് സൈഡ് ഹോൾഡായി. ഗോകു കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ മുകളിലേക്ക് വരും. താഴേക്ക് പോയി ഗോകുവിന്റെ കാറ്റ് പോയെന്ന് കരുതി ഹാപ്പിയായി വിജയശ്രീ ലാളിതനായി നിൽക്കുന്ന ആ വില്ലന് അതൊരു വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ്. ഗോകു ആണെങ്കിൽ അവനോട് ചോദിക്കും, നീ ഫൈറ്റ് ചെയ്യാൻ ഇപ്പോഴും തയ്യാറാണോ? അത് കേട്ട് ഞെട്ടി അവനാണെങ്കിൽ വീണ്ടും അവന്റെ വെപ്പൻ കറക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഗോകു ഇനി ഒന്നും നോക്കാനില്ല, അവനെ തല്ലിക്കൊല്ല്. അടുത്ത നിമിഷം രണ്ടുപേരും ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഗോകു ആണെങ്കിൽ മുകളിലേക്ക് പോയി അതിനുശേഷം ഫ്ലൈ ചെയ്തു വന്ന് അവനെ ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. എന്താ സംഭവിച്ചെന്നറിയാതെ ആ ടെൻഷനായി ചുറ്റും നോക്കുമ്പോഴായിരിക്കും ഒട്ടുത്തായിട്ട് ചുമരില് ആ ഒരു കൊമ്പൻ അവനങ്ങനെ ഒട്ടിയിരിക്കുന്നത് കാണാം. അവനാണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. ഇവിടെ എൽഡർ ലേഡിക്കാണെങ്കിൽ അത് കണ്ട് ചത്താ മതിയെന്നാവും. ഗോകു ആണെങ്കിൽ അവനെ നോക്കും, നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നെ സ്റ്റിക്കർ ആക്കേണ്ടി വന്നു എന്ന് പറയും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. ഗോകു ആണെങ്കിൽ വിക്ടറി ചിഹ്നമൊക്കെ കാണിച്ച് രണ്ടാമത്തെ തവണയും നമ്മൾ ജയിച്ചു എന്ന് പറയും. ഇനി ഒരേ ഒരു ഗെയിം മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഒരു ഫൈറ്റിൽ കൂടെ ഞാൻ ജയിക്കുകയാണെങ്കിൽ ഡ്രാഗൺ ബോൾ അതെനിക്ക് സ്വന്തമാക്കാൻ കഴിയും. അതിലൂടെ എന്റെ ലക്ഷ്യം അത് നിറവേറ്റാൻ പറ്റും. ഗോകുവിന്റെ വാക്കുകൾ കേട്ട് നമ്മുടെ ആൾക്കാർ തുള്ളിച്ചാടും. അത് കേട്ട എൽഡർ ലേഡി അവർ ടെൻസ്ഡ് ആവുകയാണ്. സ്റ്റോപ്പ് ദ ഫക്ക്, നിർത്തിടാ, നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ തുള്ളിച്ചാടാനായിട്ട് പാടില്ല. അടുത്ത ഒരു ബാറ്റിൽ കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത്തരത്തിൽ ചെയർ ചെയ്യാൻ പറഞ്ഞ് അവസാനത്തെ മത്സരത്തിനുള്ള ആളെ അവിടേക്ക് വിളിക്കും. ആ മൊയൽ തലയനാണെങ്കിൽ ഇവനെ നേരിടാനായിട്ട് അവിടേക്ക് ഹായ് ആയിട്ട് കടന്നു വരും. മൊയൽ തലയനാണെങ്കിൽ എൽഡർ ലേഡിയോട് പറയും, ഇത്തവണ തീർച്ചയായിട്ടും നമ്മൾ തന്നെ ജയിക്കും. നമ്മളുടെ പവർ എന്താണെന്ന് അവർക്ക് അറിയില്ല. അതിനാൽ ലേഡി പറയും, അവർ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. അതെന്തായാലും നമ്മൾ പൊളിച്ചു കൊടുക്കണം. ഇതിന് ശേഷവും അവരുടെ മുഖത്തെ ഈ ഹാപ്പിനെസ് അത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ അവൾ പുച്ഛിക്കുകയാണ്. അതിനുശേഷം അവരെല്ലാവരും അവിടെ നിന്ന് പുറത്തേക്ക് കടന്നു വരും. ആ എൽഡർ ലേഡി ആണെങ്കിൽ ആ മൊയൽ തലയനോട് പറയും, ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒരു കാരണവശാലും നീ തോക്കാനായിട്ട് പാടില്ല. അതിനവൻ പറയും, ഒരിക്കലുമില്ല. നമ്മുടെ പവർ എന്താണെന്ന് ഇനിയായിരിക്കും അവർ തിരിച്ചറിയുക. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിന് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അതിന് ഗോകു പറയും, എന്റെ ലക്ഷ്യം അത് വളരെ വലുതാണ്. അവിടേക്ക് എത്താനായിട്ട് ഏത് മാർഗവും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് എന്റെ ലക്ഷ്യം അത് അച്ചീവ് ചെയ്തേ പറ്റൂ. ആ ഡ്രാഗൺ ബോളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ കുഞ്ഞിപ്പെണ്ണിന്റെ പപ്പയെ അദ്ദേഹത്തെ തിരികെ പിടിക്കാൻ പറ്റൂ. ബൊൽമയാണെങ്കിൽ മാസ്റ്റർ റോഷിയോട് പറയും, നിങ്ങൾക്ക് ഈ തവണ മത്സരിക്കാനായിട്ട് ഇറങ്ങിക്കൂടെ? അതിന് മാസ്റ്റർ പറയും, എനിക്ക് മത്സരിക്കാനായിട്ട് പറ്റില്ല. മാത്രമല്ല നിങ്ങൾ കരുതും പോലെ അവൻ അത്ര നിസ്സാരക്കാരനല്ല. ആ കൊമ്പനെ കഴിഞ്ഞ് പവർ അവനുണ്ട്. അവന് ചില ഹിഡൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ അറിയാം. സോ വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റൂ. അതേസമയം ഇവിടെ എൽഡർ ലേഡിയും ആ മൊയൽ തലേനും അവർ രണ്ടുപേരും പുതിയ സ്ട്രാറ്റജിയൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും നമ്മുടെ തൊപ്പിക്കാരൻ അവനാണെങ്കിൽ കഴിക്കാൻ ഫുഡുമായിട്ട് അവിടേക്ക് വരിക. ഒരുപാട് തരം ഫുഡുകൾ അവൻ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതൊന്നൊന്നായിട്ട് അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ആ ലേഡി ആണെങ്കിൽ ഇപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാനീയം അത് കുടിക്കാനായിട്ട് തുടങ്ങും. അത് കണ്ട കുഞ്ഞിപ്പെണ്ണ് അവൾ ദേഷ്യപ്പെട്ട് പറയും, ഓ നോ ഗോകു, അവൻ മണിക്കൂറുകളായിട്ട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാണ്. നിങ്ങൾ എന്തുകൊണ്ട് അവന് ഫുഡ് കൊടുക്കുന്നില്ല? അവൻ ആവശ്യം നല്ല ഫുഡാണ് ഈ സമയത്ത്. എങ്കിൽ മാത്രമേ അവനെ കൊണ്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയൂ. ആ എൽഡർ ലേഡി ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ ഫുൾ ആറ്റിറ്റ്യൂഡിൽ നിൽക്കും. അതേസമയം ഗോകു അവനാണെങ്കിൽ ഇപ്പൊ വിശപ്പും ദാഹമൊന്നും ഒരു പ്രശ്നമേ അല്ല. അവൻ ഫൈറ്റ് ചെയ്യാൻ ആ ഗോതയിലേക്ക് എത്തിക്കഴിഞ്ഞു. അടുത്ത നിമിഷം ആ മുയൽ തലേനും അവന്റെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കും. രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അവസാനത്തെ മാച്ചിന് വേണ്ടി റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഈ ഒരു മാച്ചാണ് ഉറ്റുനോക്കുന്നത്. ആ എൽഡർ ലേഡി ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, മാച്ച് അത് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കുന്നു. ഗോകു ആണെങ്കിൽ ആ ഒരു മുയൽ തലേനെ തന്നെ നോക്കും. അവനെ കാണുമ്പോൾ തന്നെ ഗോകുവിന് മനസ്സിലാവും, ഇത്രയും നേരം ഫൈറ്റ് ചെയ്ത ആൾക്കാരെ പോലെ അല്ല, അവൻ വളരെ ഡിഫറെൻ്റ് ആണ്. അവൻ്റെ പവറും അത് വേറെ ലെവലായിരിക്കും ചിന്തിച്ച് ഗോകു ആണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്ന് പൊരിഞ്ഞ് അട്ടി ബഹളം. അവനാണെങ്കിൽ ഗോകുവിൻ്റെ കൈ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് അതിന് നല്ല പ്രഷർ കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരുടെ പ്രഷർ കൂടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.